എല്ലാവർക്കും നമസ്കാരം. വളരെ നല്ല സന്ദേശങ്ങളൊക്കെ സമൂഹത്തിൽ നൽകുന്നു എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കുന്ന ചില സിനിമകളുണ്ട്. അങ്ങനെയുള്ള ഒരു സിനിമയിലെ രംഗമാണ് സിനിമയിലെ നായിക ഒരു പ്ലാസ്റ്റിക് കൂട് നിറച്ച് പഴങ്ങളും പച്ചക്കറിയും ഒക്കെ ആയിട്ടൊരു സ്റ്റേജിലേക്ക് കയറുന്നു. പെട്ടെന്ന് അവരുടെ കയ്യിൽ നിന്ന് ആ പ്ലാസ്റ്റിക് കൂട് പൊട്ടി വീണ് പഴങ്ങളും പച്ചക്കറികളും ഒക്കെ ചിതറിപ്പോകുന്നു. ഇത് അബദ്ധത്തിൽ സംഭവിച്ചതായിരിക്കും എന്ന് കരുതിയിട്ട് അവിടെയുള്ളവരൊക്കെ ഓടിക്കൂടി ഈ പച്ചക്കറികളെല്ലാം അടുക്കി ഒരിടത്ത് കൊണ്ട് വയ്ക്കുകയാണ്. അവർ സ്റ്റേജിൽ കയറുന്നത് പ്രസംഗിക്കാനാണ്. അപ്പോൾ ഇത് യാദൃശ്ചികമായിട്ട് സംഭവിച്ചതല്ല എന്നുള്ള രീതിയിൽ അവർ പ്രസംഗം തുടങ്ങുകയാണ്. ഇതൊക്കെ എടുത്തു വയ്ക്കാൻ സഹായിച്ചതിന് നന്ദി, പക്ഷേ ഇനി ആദ്യം പോയി കൈ കഴുകുക. കാരണം അത്രമാത്രം വിഷമാണ് ഇതിലൊക്കെ തളിക്കുന്നത്. അതായത് കീടനാശിനികളും അല്ലെങ്കിൽ രാസവളങ്ങൾ ഉപയോഗിച്ച് വളർത്തി കീടനാശിനികൾ അമിതമായിട്ട് പ്രയോഗിക്കുന്ന പഴങ്ങളും പച്ചക്കറികളും ഒക്കെയാണ് നമ്മൾ സമൂഹത്തിൽ ഭക്ഷിക്കുന്നത്. ഇത്രമാത്രം അപകടകരമാണിത്. തൊട്ട് കഴിഞ്ഞാൽ കൈ പോയി കഴുകണം എന്നുള്ള ഒരു ശക്തമായ സന്ദേശം. ഇതുപോലെയുള്ള സിനിമകളൊക്കെ കണ്ടിട്ട് ഒരുപാട് ആളുകൾ ഇതൊക്കെ എത്രയോ നല്ല സന്ദേശമാണ് നൽകുന്നത്, ആ പറയുന്നതൊക്കെ വളരെ കൃത്യമാണ് എന്നൊക്കെ തെറ്റിദ്ധരിച്ചിരിക്കുന്നുണ്ട്. എന്നാൽ ആ സിനിമ ഒരു നല്ല സിനിമയാണെന്നേ പറയാനായിട്ട് സാധിക്കില്ല. കാരണം അതിലൂടെ നൽകുന്ന ഒരു വലിയ സന്ദേശം പല പ്രാവശ്യം അത് സിനിമയിൽ ആവർത്തിക്കുന്നുണ്ട്. കേരളത്തിലൊക്കെ ഒരുപാട് ക്യാൻസർ രോഗികൾ വർദ്ധിക്കുന്നത്, അല്ലെങ്കിൽ ക്യാൻസർ വരുന്നതിൽ ഭൂരിഭാഗവും കാരണമായിട്ടുള്ളത് ഈ പഴങ്ങളിലും പച്ചക്കറികളിലും തളിക്കുന്ന കീടനാശിനികളും അതല്ലെങ്കിൽ രാസവളം അമിതമായിട്ട് അത് മാത്രമായിട്ട് ഉപയോഗിച്ച് കൃഷി ചെയ്യുന്നതും കൊണ്ടും കൂടിയാണ്. അതിലും വലിയൊരു മണ്ടത്തരവും കൂടി പറയുന്നുണ്ട്. രാസവളങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഇതൊക്കെ ഉണ്ടാക്കുന്നത്, അത് മാറണം, ജൈവ കൃഷിയിലേക്ക് പോകണം. ഇത് ഒരുപാട് വർഷങ്ങളായിട്ട് നമ്മൾ വിശ്വസിച്ച് വെച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. സിനിമയിലെ ഈ വികാരഭരിതമായ രംഗങ്ങളൊക്കെ മാറ്റിവെച്ചിട്ട് ഫാക്റ്റുകൾ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് 20 ബേസിക് റീസൺസ് ഫോർ ക്യാൻസർ എന്ന് നമ്മൾ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ, അതായത് ആദ്യത്തെ ക്യാൻസറിന് ഏറ്റവും അടിസ്ഥാന കാരണമാകുന്നു എന്ന് പറയുന്ന 20 കാരണങ്ങളിൽ ഒന്നിൽ പോലും കീടനാശിനികളില്ല. ഏറ്റവും കൂടുതൽ നമ്മൾ പഴിചാരുന്നത് കീടനാശിനികൾക്കാണെങ്കിൽ ആദ്യത്തെ 20 ബേസിക് റീസൺസിൽ കീടനാശിനികൾ ഉൾപ്പെടുന്നേയില്ല. അപ്പോൾ എന്താണ് ക്യാൻസർ, എങ്ങനെയാണത് വരുന്നത്, ഇതാണ് നമ്മൾ പറയുന്നത്. ആദ്യം തന്നെ എങ്ങനെയാണ് ക്യാൻസർ വരുന്നത്, അതിൻ്റെ കാരണങ്ങൾ എന്ത് എന്ന് നമ്മൾ നോക്കിയാൽ പലരും ഇതൊന്നും വിശ്വസിച്ചേക്കില്ല. അങ്ങനെയുള്ളവർക്ക് പരിശോധിച്ച് നോക്കാവുന്നതാണ് എങ്ങനെ വേണമെങ്കിലും. 3 ആയിട്ട് അതിനെ തരംതിരിക്കാം. ഒന്ന്, ആർക്കും തർക്കമില്ലാത്തൊരു കാര്യമാണ്, പാരമ്പര്യമായിട്ട് വരുന്നത്. 14 മുതൽ 16% വരെ ക്യാൻസർ വരാനുള്ള സാധ്യതകൾ പാരമ്പര്യമായിട്ടാണ്. കുടുംബത്തിൽ ആർക്കെങ്കിലും ഒക്കെ ക്യാൻസർ മുമ്പ് വന്നിട്ടുണ്ടെങ്കിൽ, ചില ആളുകൾ വിവാഹമൊക്കെ ആലോചിക്കുമ്പോൾ ആ കുടുംബത്തിൽ ആർക്കെങ്കിലും ക്യാൻസർ ഉണ്ടായിരുന്നോ മുമ്പ്, അത് അപ്പനോ അമ്മയ്ക്കോ അല്ല, അപ്പൂപ്പനോ അമ്മൂമ്മയ്ക്കോ പോലും ക്യാൻസർ ഉണ്ടായിരുന്നു എന്നറിഞ്ഞാൽ പോലും വിവാഹത്തിൽ നിന്നൊക്കെ പിന്മാറുന്ന ആളുകളുണ്ട്. അങ്ങനെയുള്ളവർ ഇതൊന്നും മുഴുവൻ കേൾക്കുക. ഇതിലൊന്നും വലിയ കഥകളില്ല എന്നുള്ളൊരു കാര്യവും കൂടിയാണ്. പ്രായമായ ആളുകൾ മാത്രമല്ല, ഇന്ന് ചെറുപ്പക്കാർ പോലും പല ആളുകളുടെയും ഒക്കെ അനുഭവങ്ങളൊക്കെ കേട്ടിട്ട് നമ്മൾ ദിവസവും ഇങ്ങനെയുള്ള വാർത്തകളൊക്കെ കേൾക്കുന്നു. അപ്പോൾ എനിക്ക് ഭാവിയിൽ അല്ലെങ്കിൽ എനിക്ക് വേണ്ടപ്പെട്ടവർക്ക് ഭാവിയിൽ ക്യാൻസർ വരുമോ എന്നൊക്കെ പേടിച്ചിരിക്കുന്ന ആളുകളുണ്ട്. ഈ പേടിച്ചിരിക്കുന്ന സമയത്ത് അതിന് വേണ്ട മുൻകരുതലുകൾ എടുക്കുക എന്നുള്ളതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഒരു നല്ല ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുക എന്നുള്ളത്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, പെട്ടെന്ന് പറഞ്ഞു തീർക്കാം. ഞാൻ ഡിസ്ക്രിപ്ഷനിലും പിൻഡ് കമന്റിലും കൊടുത്തിരിക്കുന്ന ലിങ്ക് വഴി പോയി വളരെ മികച്ച ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പർച്ചേസ് ചെയ്യാനുള്ള ഒരു അവസരം നിങ്ങൾക്കുണ്ട്. പ്രതിമാസം 400-500 രൂപയൊക്കെ മുടക്കിയാൽ 1 കോടിയുടെ വരെ കവറേജ് ലഭിക്കുന്ന പ്ലാനുകൾ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി നിങ്ങൾ ഹെൽത്ത് ഇൻഷുറൻസ് ഓൾറെഡി ഉള്ളവരാണെങ്കിൽ, ഇപ്പോൾ ക്യാൻസർ പോലെയുള്ള കാര്യങ്ങൾക്കൊന്നും ഇത് പോരാ എന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ, നിങ്ങൾ താഴെയുള്ള ലിങ്ക് വഴി പോയി ചെക്ക് ചെയ്യുമ്പോൾ മികച്ച കമ്പനികളുടെ മികച്ച പ്ലാനുകൾ കാണുകയാണെങ്കിൽ അതിലേക്ക് നിലവിലുള്ള ഒരു പ്ലാൻ മാറ്റി പോർട്ട് ചെയ്യാൻ, നമ്മൾ സിം ഒക്കെ പോർട്ട് ചെയ്യുന്നു എന്ന് പറയുന്നത് പോലെ അങ്ങനെ മികച്ച ഒരു പോളിസിയിലേക്ക് മാറാനും നിങ്ങൾക്ക് സാധിക്കും. പല യുവാക്കളുമൊക്കെ ഒരു ജോലി കിട്ടുമ്പോൾ ഞങ്ങൾക്ക് കോർപ്പറേറ്റ് ഇൻഷുറൻസ് ഉണ്ടല്ലോ, അത് വെച്ച് എനിക്കും അല്ലെങ്കിൽ പേരൻസിനും ഒക്കെ ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ട്, അപ്പോൾ അത് മതി എന്ന് വിചാരിച്ചിരിക്കുന്നുണ്ട്. എന്നാൽ അങ്ങനെയല്ല. നിങ്ങൾക്ക് അതല്ലാതെ പ്രത്യേകിച്ച് ഒരു ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ ആവശ്യമുണ്ട്. ഉദാഹരണത്തിന് നിങ്ങൾ ജോലി മാറാനുള്ള, കമ്പനി മാറാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ നിങ്ങളുടെ മാതാപിതാക്കളുടെ ആരോഗ്യ പരിരക്ഷ അവിടെ നഷ്ടപ്പെടുകയാണ്. നിങ്ങളുടെ കുടുംബത്തിന് മറ്റൊരു കോർപ്പറേറ്റ് ഹെൽത്ത് ഇൻഷുറൻസ് ലഭിക്കുന്നത് വരെ അവിടെ ഒരു അനിശ്ചിതത്വമുണ്ട്. തന്നെയുമല്ല, ഇത്തരം ഇൻഷുറൻസുകൾക്കൊക്കെ പലപ്പോഴും റൂം റെന്റ് ലിമിറ്റൊക്കെ കാണും. നമുക്ക് ഏറ്റവും ആരോഗ്യമില്ലാത്തൊരു സാഹചര്യത്തിലാണ് അത്യാവശ്യം എല്ലാ സൗകര്യങ്ങളിലും നമ്മളൊരു ആശുപത്രിയിലാണെങ്കിലും അഡ്മിറ്റ് ആയി കിടക്കേണ്ടത്. നേരെ മറിച്ച് ഇങ്ങനെയുള്ള ഇൻഷുറൻസുകളെല്ലാം വളരെ തുച്ഛമായ ഒരു റെന്റുള്ള, ചെറിയൊരു തുക മാത്രം കൊടുക്കേണ്ട, വലിയ സൗകര്യങ്ങളില്ലാത്ത മുറികളായിരിക്കാം നിങ്ങൾക്ക് ലഭിക്കുക. ഇതൊന്നുമല്ല, ഇപ്പോൾ നിങ്ങൾ റിട്ടയർഡ് ആകാനിരിക്കുന്ന ആളാണെങ്കിൽ അല്ലെങ്കിൽ ഭാവിയിലാണെങ്കിൽ നിങ്ങൾ വിരമിക്കുമ്പോൾ പിന്നെ നിങ്ങളുടെ ആരോഗ്യ പരിരക്ഷ എവിടെ എന്നുള്ളൊരു ചോദ്യമുണ്ട്. ആ പ്രായത്തിൽ നിങ്ങൾ മറ്റൊരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാൻ പോയാലും അതിൻ്റെ പ്രീമിയം ഒക്കെ വളരെ ഉയർന്നതായിരിക്കും. ഒരുപക്ഷെ ആ പ്രായത്തിൽ നല്ലൊരു ഹെൽത്ത് ഇൻഷുറൻസ് നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കണമെന്ന് പോലുമില്ല.
നേരെ മറിച്ച് ആദ്യം മുതലേ തന്നെ നിങ്ങളുടേതായ അല്ലെങ്കിൽ ഒരു നല്ല ഹെൽത്ത് ഇൻഷുറൻസും കൂടി എടുത്ത് അത് എല്ലാ വർഷവും പുതുക്കിക്കൊണ്ട് പോവുകയാണെങ്കിൽ ഓരോ വർഷം കഴിയും തോറും അതുകൊണ്ടുള്ള പ്രയോജനങ്ങളും നിങ്ങൾക്ക് കൂടും. അതറിയാവുന്നതാണ്. അതുകൊണ്ട് ജോലിയുണ്ട്, കോർപ്പറേറ്റ് ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ട് എന്ന് കരുതി ആരും സെപ്പറേറ്റ് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാതിരിക്കരുത്. അത് ഭാവിയിൽ വലിയൊരു മണ്ടത്തരമാകും. നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ ഇവിടെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച 51 കമ്പനികളുടെ വിവിധ പ്ലാനുകളുണ്ട്. ഓൺലൈനിൽ എടുക്കുന്നത് തന്നെയാണ് നല്ലത്. ഒരു ഓൺലൈൻ പോർട്ടൽ ആയതുകൊണ്ട് തന്നെ ഒരു ഏജന്റിൽ നിന്നോ അല്ലെങ്കിൽ ബാങ്കിൽ നിന്നോ ഒക്കെ നിങ്ങൾ ഓഫ്ലൈനായി പോളിസി എടുക്കുന്നതിനേക്കാളും കുറഞ്ഞ പ്രീമിയം തുകയിൽ പോളിസി എടുക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. എന്തുകൊണ്ടാണ് നമ്മൾ മൊബൈൽ ഫോണും അങ്ങനെ പല സാധനങ്ങളും ഒക്കെ ഇന്ന് ഓൺലൈനായിട്ട് വാങ്ങുന്നത്? ഏറ്റവും പ്രധാന കാര്യം, വളരെ തുച്ഛമായ വിലയ്ക്കാണ് ഷോപ്പിലെയൊക്കെ അപേക്ഷിച്ച് നമുക്ക് പലതും ലഭിക്കുന്നത്. ഇന്നൊരു മൊബൈൽ ഫോൺ കടയിൽ നിന്ന് തന്നെ വാങ്ങണമെന്ന് ആരും നിർബന്ധം പിടിക്കാറില്ല. പലരും ഓൺലൈനിലാണ് വാങ്ങുന്നത്. നമുക്ക് മനസ്സിലായി രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. എന്നാൽ ഗുണം കൂടുതൽ ഓൺലൈനിൽ എടുക്കുന്നതാണ് എന്ന്. ഈ പറയുന്ന പോലെ തന്നെയാണ് ഇത്തരം പോളിസികളുടെ കാര്യവും. കാലം മാറുന്നതിനനുസരിച്ച് മാറി ചിന്തിക്കുക. നിങ്ങളുടെ പണം ലാഭമാണ്. ഏറ്റവും മികച്ച ഒരു പോളിസി എടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും. NRIകളെ 18% GST അടയ്ക്കുന്നതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. 25% വരെ ഡിസ്കൗണ്ടോടെ ഹെൽത്ത് ഇൻഷുറൻസ് പർച്ചേസ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ചെക്ക് ചെയ്യണം. അപ്പോൾ ഈ കാര്യം തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക. നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം ഇതാണ്. 12 മുതൽ 14% വരെയൊക്കെ ക്യാൻസർ വരുന്നത് പാരമ്പര്യമായിട്ടാണ്. 20 മുതൽ 24% വരെ ക്യാൻസർ വരാനുള്ള കാരണമെന്ന് പറഞ്ഞാൽ എൻവയൺമെൻ്റലാണ്. കാർസിനോജൻസ് ഇതെല്ലാവരും കേട്ടിട്ടുണ്ടാകും. ഈ അടുത്തിടയ്ക്ക് പലരും ചർച്ച ചെയ്യുന്ന കാര്യമാണ്. അൽഫാമൊക്കെ സ്ഥിരം കഴിക്കുമ്പോൾ അതൊക്കെ ഒരു അല്പം കരിച്ചാണ് എടുക്കുന്നത്. അപ്പോൾ ഈ കരിഞ്ഞിരിക്കുന്നതൊക്കെ ഒരു തരത്തിലൊരു കാർസിനോജൻ ആണ്, അതിൽ പെടുത്താവുന്നതാണ്. അപ്പോൾ അത് ക്യാൻസറിന് കാരണമാകാം എന്നൊക്കെയുള്ള പ്രചാരണങ്ങൾ. അതൊക്കെ ശരിയാണോ എന്ന് ചോദിച്ചാൽ ഈ വടക്കമ്പാട്ടിൽ പറയുന്ന പോലെ നിങ്ങൾ കേട്ടതൊക്കെ ശരിയാണ്, തെറ്റുമാണ് എന്ന് പറയേണ്ടി വരും. ഇത് മുഴുവൻ കേൾക്കുമ്പോൾ കാര്യം മനസ്സിലാവും. UV റേസ്, റേഡിയേഷൻ തന്നെയാണ് എല്ലാം. സൂര്യനിൽ നിന്ന് വരുന്ന റേഡിയേഷന് കീഴിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. അതിലൊരു പ്രത്യേക ഫ്രീക്വൻസി പരിധിയിലുള്ളതാണ് വിസിബിൾ ലൈറ്റ്, നമ്മൾ കാണുന്നത്. നമുക്ക് കാണാൻ കഴിയാത്ത UV റേസ് തുടങ്ങി ഗാമ റേസ് തുടങ്ങി ഒരുപാട് തരത്തിലുള്ള റേഡിയേഷനുകൾ ഇവിടെ വരുന്നുണ്ട്. അതും ഒരു കാരണമാണ്. ചില ആളുകൾ ഇപ്പോൾ പറയുന്നുണ്ടല്ലോ, കുളിച്ചില്ലെങ്കിലും പല്ല് തേച്ചില്ലെങ്കിലും സൺസ്ക്രീം തൂത്തുകൊണ്ടേ നടക്കാവൂ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ആദ്യം നമ്മൾ പറഞ്ഞ കീടനാശിനികളും ഒക്കെ ഇതിൻ്റെ പരിധിക്കകത്ത് നിന്ന് ചർച്ച ചെയ്യേണ്ടതാണ്. അതിലേക്ക് മടങ്ങി വരുന്നതിന് മുൻപ് ഇനി അവസാനത്തെ ഒരു കാര്യം കൂടി പറയാം. ബാക്കിയെല്ലാം ഒരൊറ്റ വിഭാഗമാണ്. ഏകദേശം 64% ക്യാൻസർ വരാനുള്ള സാധ്യതയും എങ്ങനെയാണെന്ന് പറഞ്ഞാൽ അവിശ്വസനീയമായിട്ട് പലർക്കും തോന്നിയേക്കാം. അതായത് ക്യാൻസർ വരാൻ സാധ്യതയുള്ളതിൽ പാതിയിലധികവും ചാൻസ് എന്ന് പറഞ്ഞാൽ ചുമ്മാ അങ്ങുണ്ടാവുകയാണ്. പ്രത്യേകിച്ച് ഒരു കാരണവുമില്ല. നിങ്ങൾ ഏറ്റവും നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് ഒരു ബുദ്ധ സന്യാസിയെ പോലെ ഹിമാലയത്തിൽ പോയി ഏറ്റവും ശുദ്ധമായ വായുവും ശ്വസിച്ച് ഒരു തരത്തിലുള്ള കൃത്രിമമായിട്ടുള്ള അല്ലെങ്കിൽ കെമിക്കൽസ് എന്നൊക്കെ നമ്മൾ പറയുന്നത് ഇതൊന്നും നിങ്ങൾ എടുക്കുന്നില്ല, റേഡിയേഷൻ ഒന്നും, അല്ലെങ്കിൽ ഫോൺ പോലും നിങ്ങൾ ഉപയോഗിക്കുന്നില്ല. പ്രകൃതിയിൽ ഏറ്റവും നല്ല രീതിയിൽ നിങ്ങളൊരു ഗുഹയിൽ പോയി ധ്യാനിച്ചിരുന്നാലും നിങ്ങൾക്ക് ക്യാൻസർ വരാനുള്ള ചാൻസ് 64%. യൂട്യൂബൊക്കെ തുറന്നാൽ തന്നെ അത് കഴിക്കരുത്, ഇത് കഴിക്കരുത്, അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, കാരണം ക്യാൻസർ ആയേക്കാം, ക്യാൻസർ വരാൻ കാരണമായേക്കാം എന്നൊക്കെ പറഞ്ഞ് 100 കൂട്ടം കാര്യങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതൊക്കെ നമ്മൾ ഒഴിവാക്കിയാലും നിങ്ങൾക്ക് ക്യാൻസർ വരാനുള്ള ചാൻസ് ഏകദേശം 64%. ചുമ്മാ അങ്ങുണ്ടാവുകയാണ്. അപ്പോൾ ഇത് കേട്ടപ്പോൾ ആളുകൾക്ക് അതങ്ങനെ ചുമ്മാ അങ്ങുണ്ടാവുകയാണെന്ന് വെറുതെ പറയാൻ പറ്റുമോ? ഒരിക്കലുമില്ല. അതുകൊണ്ട് ഇനി ക്യാൻസർ എന്താണെന്ന് നമ്മൾ പറയുന്നുണ്ട്. അതിനു മുൻപ് നമുക്ക് ആ കീടനാശിനികളുടെ കാര്യം ഒന്ന് വ്യക്തമാക്കേണ്ടതുണ്ട്. 20 മുതൽ 24% വരെയൊക്കെ എൻവയൺമെന്റലാണ് എന്ന് നമ്മൾ പറഞ്ഞു. പരിസരത്ത് നിന്ന് അല്ലെങ്കിൽ പരിസ്ഥിതിയിൽ നിന്ന് എന്നുള്ള അർത്ഥത്തിലെടുത്താൽ മതി. അതിനെ തന്നെ 3 തരംതിരിക്കാം. ABC എന്ന് പറഞ്ഞ് 1, 2, 3. ഇതിൽ ഒന്നാമതുള്ളത് ഉറപ്പായിട്ടും ക്യാൻസർ വരുത്തും. രണ്ടാമത്തെ വിഭാഗത്തിലുള്ളത് അത്ര വലിയ പ്രശ്നമല്ല, എന്നാൽ വലിയ സാധ്യതയുണ്ട്. മൂന്നാമത്തേതെന്ന് പറഞ്ഞാൽ വളരെ ചെറിയൊരു സാധ്യതയുണ്ട്. ഇങ്ങനെ 3 തരത്തിൽ നമുക്ക് തരംതിരിക്കാം. അങ്ങനെ ഒന്നാമത്തെ വിഭാഗത്തിൽ ഒരേ ഒരു കീടനാശിനി മാത്രമേ ഉണ്ടായിട്ടുള്ളൂ, ലിൻഡേൻ എന്ന് പറയുന്നത്. 1980 തന്നെ അത് ഇന്ത്യ പോലും നിരോധിച്ചതാണ്. പക്ഷേ നമ്മുടെയൊക്കെ ചിന്ത എന്താണ്? ഈ ഒന്നാമത്തെ ലിസ്റ്റിൽ തന്നെയായിരിക്കും എല്ലാ കീടനാശിനികളും എന്നാണ്. രണ്ടാമത്തെ മൂന്നാമത്തെ വിഭാഗങ്ങൾ എങ്ങനെയാണെന്ന് നമ്മൾ പറഞ്ഞു. പക്ഷേ ഈ ഒന്നാമത്തെ വിഭാഗത്തിൽ ഉറപ്പായിട്ടും ക്യാൻസർ വരുത്തും എന്നുള്ള ഒരു പട്ടികയിൽ കയറി കൂടിയിട്ടുള്ള ഒരു സാധനം നിങ്ങൾക്കെല്ലാം സുപരിചിതമായിരിക്കും. അത് ജൈവ കൃഷിക്കാരൊക്കെ കൊട്ടിഘോഷിക്കുന്ന പുകയില കഷായമാണ്. അതായത് മുമ്പ് പറഞ്ഞ സിനിമയിലൊക്കെ എന്താ പറയുന്നത്? രാസവളങ്ങളൊന്നും പാടില്ല, ലോകത്തിന്റെ പട്ടിണി മാറിയത് എങ്ങനെയാണ്? 1800കളിൽ 100 കോടി മാത്രം ഉണ്ടായിരുന്ന ജനസംഖ്യ ഇന്ന് എങ്ങനെയാണ് 800 കോടിയും ആയത്? ഇതൊന്നും ഈ മണ്ടന്മാർക്ക് അന്വേഷിക്കേണ്ട കാര്യമില്ല.
നേരെ രാസവളങ്ങളെ, കീടനാശിനികളെ പഴിചാരിയാൽ മതി. കാരണം പൊതുവികാരം ഇതിനൊക്കെ എതിരാണ്. ഇതിൻ്റെയൊക്കെ ഗുണഫലങ്ങൾ അനുഭവിച്ചുകൊണ്ട് തന്നെ ഇതെല്ലാം വലിയ കോർപ്പറേറ്റ് ബിസിനസ്സുകളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇതിനെയൊക്കെ കല്ലെറിയും ചെയ്യും. എന്നാൽ ഇന്ത്യയിലെ ടാറ്റ പോലെയുള്ള കമ്പനികളൊക്കെ എല്ലാവർക്കും ഇഷ്ടവുമാണ്. ഇതൊക്കെ വല്ലാത്ത ഇരട്ടത്താപ്പും അല്ലെങ്കിൽ വിരോധാഭാസങ്ങളും ഒക്കെയാണ്. അപ്പോൾ ഈ സിനിമകളിലാണെങ്കിലും രാസവളങ്ങൾ പാടില്ല, കീടനാശിനികൾ പാടില്ല, ജൈവ കൃഷിയിലേക്ക് പോകൂ എന്ന് പറയുമ്പോൾ ഈ ജൈവ കൃഷിയിൽ കൊട്ടിഘോഷിക്കുന്ന പല സാധനങ്ങളും, പുകയില കഷായമൊക്കെ ക്യാൻസർ ഉണ്ടാക്കാൻ സാധ്യതയുള്ള എൻവയറമെൻ്റൽ ആയിട്ടുള്ള കാരണങ്ങളിൽ ഒന്നാമത്തെ വിഭാഗത്തിൽ ഉറപ്പായിട്ടും ക്യാൻസർ വരുത്തും എന്നുള്ള ലിസ്റ്റിൽ കയറി കൂടിയിട്ടുള്ള സാധനങ്ങളാണ്. അപ്പോൾ ജൈവ കൃഷിക്കാരൊക്കെ കൊട്ടിഘോഷിക്കുന്ന രീതിയിലാണെങ്കിൽ നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ പറയാം, ക്യാൻസർ കൂടുന്നതിൻ്റെ കാരണം എന്താണ്? ഇവിടെ ജൈവ കൃഷിയും കൂടുന്നുണ്ട്. അങ്ങനെ വേണമെങ്കിൽ പറയാം. പക്ഷെ പറയുന്നില്ല. കാരണം നമ്മളൊരു ക്രിട്ടിക്കൽ തിങ്കിങ് ആണ് നടത്തുന്നത്. ക്യാൻസർ ഉണ്ടാകാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമ്മൾ കണ്ടു. ജൈവ കൃഷി എന്ന് പറയുന്ന ഊടായ്പിനെ കുറിച്ച് നമ്മൾ ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുള്ളതാണ്. അതല്ലല്ലോ ഇന്നത്തെ പ്രധാന വിഷയം. എങ്കിലും ഒരു ഒറ്റ കാര്യം പറയാം, ലോകം മുഴുവൻ ജൈവ കൃഷിയിലേക്ക് പോയി കഴിഞ്ഞാൽ 800 കോടി മനുഷ്യരുള്ളതിൽ ഒരു 40 കോടി മനുഷ്യർ ഒഴിച്ച് ബാക്കി എല്ലാവരും പട്ടിണി കിടന്ന് മരിക്കുന്നതായിരിക്കും. അത്രമാത്രം ചിന്തിച്ചാൽ മതി. ഇനി ക്യാൻസർ എന്ന് പറഞ്ഞാൽ എന്താണ്? നേരത്തെ പറഞ്ഞല്ലോ, പകുതിയിലധികം സാധ്യതയും നിങ്ങൾക്ക് ചുമ്മാ അങ്ങ് വരാം. എപ്പോൾ ആർക്കും എവിടെ വെച്ച് വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും വരാം എന്ന് പറയുന്ന ഒരു സംഗതിയാണിത്. ഇതൊരു ഏജ് ഡിസീസാണ്. പ്രായമാകും തോറും ഇത് വരാനുള്ള സാധ്യതയും കൂടും. വളരെ കൊച്ചുകുട്ടികൾക്കും ഒക്കെ ഇത് വരുന്നുണ്ട്. പക്ഷേ ക്യാൻസർ ഉണ്ടാകുന്നതിൽ ഭൂരിഭാഗം ആളുകൾക്കും അതുണ്ടാകുന്നത് പൊതുവെ ഒരു 50 വയസ്സൊക്കെ കഴിയുമ്പോഴാണ്. അതെന്തുകൊണ്ടാണ്? നിങ്ങൾ എത്രത്തോളം വണ്ടി ഓടിക്കുന്നോ അത്രത്തോളം ആക്സിഡൻറ്റ് ഉണ്ടാകാനുള്ള സാധ്യതയും കൂടും എന്ന് പറയുന്നത് പോലെയാണ്. നിങ്ങൾ എത്രത്തോളം ജീവിക്കുന്നോ അത്രത്തോളം ക്യാൻസർ വരാനുള്ള സാധ്യതയും കൂടും എന്ന് പറയുന്നത് പോലെ നമ്മളൊക്കെ ജീവിക്കുന്നു എന്ന് പറയുന്നത് എങ്ങനെയാണ്? വളരെ കുട്ടിയായിട്ട് നമ്മൾ ജനിക്കുന്നു, പിന്നീട് നമുക്ക് ഈ വലുപ്പമൊക്കെ വയ്ക്കുന്നു. എങ്ങനെയാണ്? സെൽ ഡിവിഷനാണ്. ഒരു കോശം 2ആയിട്ട് മാറുന്നു. അല്ലെങ്കിൽ കോശ വിഭജനത്തിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. പ്രായപൂർത്തി ആയതിനു ശേഷവും നമ്മുടെ കോശ വിഭജനം തുടർന്നുകൊണ്ടേയിരിക്കും. കോശങ്ങൾ ഇങ്ങനെ വിഭജിക്കുമ്പോൾ അതിലെ ക്രോമസോം അല്ലെങ്കിൽ അതിനുള്ളിലെ DNA എന്ന് പറയുന്നതും 2ആയിട്ട് മാറുന്നുണ്ട്. ഒന്നിൻ്റെ കോപ്പി ഉണ്ടാവുന്നുണ്ട്. ഒരു കോശം 2 കോശമാകുമ്പോൾ ഈ DNAകളും ഇങ്ങനെ തന്നെ സംഭവിക്കുന്നുണ്ട്. അവിടെ സംഭവിക്കുന്ന എററാണ് ക്യാൻസർ എന്ന് വളരെ ചുരുക്കത്തിൽ പറയാം. അവിടെ ഒരു എറർ സംഭവിച്ചാൽ അത് ക്യാൻസർ ആകണമെന്ന് ഉറപ്പൊന്നുമില്ല. മുഴുവൻ പറഞ്ഞു വരട്ടെ. ഇങ്ങനെയുള്ള എററുകൾ സ്വാഭാവികമായിട്ടും എപ്പോഴും ഉണ്ടാകുന്നുണ്ട്. പക്ഷേ അതൊക്കെ പരിഹരിക്കാനുള്ള ഒരു പ്രോട്ടീൻ വ്യവസ്ഥ നമ്മുടെ ശരീരത്തിലുണ്ട്. പക്ഷെ എപ്പോഴും അത് സാധിക്കണമെന്നില്ല. ഈ DNA എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു വലിയ വിജ്ഞാന ശേഖരം അല്ലെങ്കിൽ ഒരു കോഡാണ് എന്നൊക്കെയുള്ള രീതിയിൽ പലരും കേട്ടിട്ടുണ്ടാകും. നിങ്ങളുടെ ശരീരത്തിലെ എവിടുത്തെ എന്ത് പ്രവർത്തനവും എങ്ങനെ പ്രവർത്തിപ്പിക്കണം, എന്താണ് ചെയ്യേണ്ടത്, എന്താണ് പരിഹാരം, ഏത് അവയവത്തിൻ്റെയും നിങ്ങളുടെ ശരീരത്തിലെ A to Z കാര്യങ്ങൾ, അതിൻ്റെ എല്ലാം ഇൻഫർമേഷൻ അടങ്ങിയ ഒരു വിജ്ഞാന ശേഖരം ഒരു കോഡ് രൂപത്തിൽ ഒരു കോശത്തിലെ ഒരു DNA തന്നെ ഉണ്ടാകും. ഉദാഹരണത്തിന് നിങ്ങളുടെ കിഡ്നിയിലുള്ള ഒരു കോശത്തിലെ ഒരു DNA ആ കിഡ്നിയുടെ അല്ലെങ്കിൽ അവിടുത്തെ ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങളായിരിക്കും അത് ചെയ്യുന്നത്. എന്നാൽ ഇതേ DNA നിങ്ങളുടെ തലച്ചോറിലായിരുന്നുവെങ്കിലും അവിടെ എങ്ങനെയാണ് കാര്യങ്ങളെന്നും ആ DNA തന്നെയുണ്ട്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ബുർജ് ഖലീഫ ഒരു വലിയ ലൈബ്രറി മാത്രമായിട്ട് സങ്കല്പിക്കുക. അപ്പോൾ അതിൽ എത്ര കോടിക്കണക്കിന് പുസ്തകങ്ങളുണ്ടാകും? ലോകത്തുള്ള സകല വിജ്ഞാനങ്ങളും ആ ലൈബ്രറികളിലെ പുസ്തകങ്ങളിൽ എഴുതി വെച്ചിട്ടുണ്ട് എന്നും കരുതുക. ഇങ്ങനെയുള്ള കോടിക്കണക്കിന് ബുർജ് ഖലീഫകൾ ഉണ്ടെന്നും കരുതുക. അപ്പോൾ നിങ്ങൾ അത്തരത്തിലുള്ള ഒരു ബുർജ് ഖലീഫ ലൈബ്രറിയിൽ കയറിയിട്ട് നിങ്ങൾ അവിടെ ചെയ്യുന്നത് എങ്ങനെ പാത്രം കഴുകണം എന്നുള്ളൊരു അറിവ് മാത്രമാണ് നിങ്ങൾക്ക് ലഭിക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ ഈ കോടിക്കണക്കിന് പുസ്തകങ്ങളിൽ നിന്ന് ഒരു പുസ്തകത്തിലെ ഒരു പേജിലാണ് അത് എഴുതി വെച്ചിരിക്കുന്നത്. അത് മനസ്സിലാക്കിയിട്ട് ഈ കാര്യം ചെയ്യുന്നു. എന്നാൽ ആറ്റം ബോംബ് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത്, അല്ലെങ്കിൽ നക്ഷത്രങ്ങളിൽ എന്താണ് സംഭവിക്കുന്നത് എന്നൊക്കെ പഠിപ്പിക്കുന്ന പുസ്തകങ്ങളും ഒക്കെ അവിടെയുണ്ട്. പക്ഷെ നിങ്ങൾക്ക് അവിടെ അത് ആവശ്യമില്ല എന്ന് പറയുന്നത് പോലെ, ഇതിപ്പോൾ എനിക്ക് പെട്ടെന്ന് തോന്നിയ ഒരു ഉദാഹരണം അങ്ങ് പറഞ്ഞതാണ്. ഇതിനേക്കാളും ഒക്കെ വലിയൊരു അത്ഭുതമാണ് കോശങ്ങൾ അല്ലെങ്കിൽ അതിനുള്ളിലെ DNA, അതിനുള്ളിലുള്ള അറിവുകൾ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇത്രയും സങ്കീർണമായ ഒരു ഡേറ്റയാണ് കോപ്പി ചെയ്യപ്പെടുന്നത്. പറയുമ്പോൾ ഒരു സെൽ ഡിവിഷനാണ്, ഒരു കോശം 2ആയിട്ട് മാറുന്നതാണ്. പക്ഷേ ഈ DNA കോപ്പി സംഭവിക്കുക എന്ന് പറഞ്ഞാൽ, ഇപ്പം നമ്മൾ ഒരു പെൻഡ്രൈവിലേക്ക് ഒരു 2-3 സിനിമ കോപ്പി ചെയ്യുമ്പോൾ പോലും ചിലപ്പോൾ ഒരു എറർ സംഭവിച്ചാൽ എന്തായിരിക്കും സംഭവിക്കുക? അതുപോലും കമ്പ്യൂട്ടർ സയൻസ് അനുസരിച്ച് അതുപോലും എങ്ങനെയാണ് ഈ 0യും 1ഉം ബൈനറി കോഡ് വെച്ച് ഇത്രയും വലിയൊരു സംഭവം നടക്കുന്നത്? അടിസ്ഥാനപരമായിട്ട് വളരെ സിമ്പിളാണ്. എന്നാൽ ഇന്ന് ലോകത്തുള്ള എല്ലാ ഡേറ്റകളും ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ ഇതിനേക്കാളും ഒക്കെ എത്രയോ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു പരിപാടിയാണ് ഈ കോശങ്ങളിൽ നടക്കുന്നത്. അപ്പോൾ DNAകൾ ഇങ്ങനെ കോപ്പി ചെയ്യുമ്പോൾ ഇതിലൊരു എറർ സംഭവിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് അത്ര വലിയൊരു സംഭവമാണ് എന്ന് മനസ്സിലാക്കുക.
അപ്പോൾ ഇതെങ്ങനെയാണ് ക്യാൻസറിന് കാരണമാകുന്നത്? മിക്കവാറും ഇതുകൊണ്ട് ഒരു പ്രശ്നവും ഉണ്ടാകില്ല. അതൊരു ന്യൂട്രൽ ആയിരിക്കും. അവിടെ സംഭവിച്ചിരിക്കുന്ന എറർ കൊണ്ട് ആ ജീവിക്ക് അല്ലെങ്കിൽ ആ ഒരു കോശത്തിനൊന്നും ഒരു പ്രശ്നവും ഉണ്ടാകില്ല, ഒരു ഗുണവും ഉണ്ടാവില്ല. എന്നാൽ ചിലത് മ്യൂട്ടേഷൻ എന്ന് പറയുന്ന രീതിയിലേക്ക് പോകും. പണ്ട് നിശാശലഭങ്ങൾക്ക് ഇങ്ങനെ ഏതോ ഒരു നിശാശലഭത്തിൽ ഒരു എറർ സംഭവിച്ചു. അതിൻ്റെ ബാക്കിയായിട്ട് അത് കറുത്തുപോയി. കുറെ തലമുറകൾ കഴിഞ്ഞപ്പോൾ വെളുത്തിരുന്ന നിശാശലഭങ്ങൾ കറുത്തുപോയി. ആ സമയത്താണ് വ്യാവസായിക വിപ്ലവം ഒക്കെ വരുന്നത്. അന്തരീക്ഷമാകെ കൽക്കരിയുടെ പുകയും ഒക്കെ ഏറ്റ് കറുത്തുപോയി. അപ്പോൾ വെളുത്ത നിശാശലഭങ്ങളെ പക്ഷികൾക്ക് തിരിച്ചറിഞ്ഞ് പിടികൂടാൻ സാധിച്ചു. കറുത്തുപോയ നിശാശലഭങ്ങളാകട്ടെ കറുത്തിരുന്നത് കൊണ്ട് തന്നെ, കറുത്ത ചുമരുകളിലും മരത്തിലും ഒക്കെ നിന്നതുകൊണ്ട് തന്നെ അതിനെ ഇരപിടിയന്മാർക്ക് പിടിക്കാനുള്ള ചാൻസ് കുറഞ്ഞു. അങ്ങനെ കാലക്രമേണ കറുത്ത നിശാശലഭങ്ങൾ മാത്രമായിട്ട് മാറി, വെളുത്തത് ഇല്ലാതായി. ഇതിനെ ഒരു നാച്ചുറൽ സെലക്ഷൻ എന്ന് പറയാം. ഇതെങ്ങനെയാണ് സംഭവിച്ചത്? ഈ DNA കോപ്പി ചെയ്യുന്ന സമയത്തെ ഒരു എറർ കൊണ്ടാണ്. ഇതുപോലെ തന്നെയാണ് ആനകളുടെ തുമ്പിക്കൈ നീണ്ടത്, ജിറാഫിന്റെ കഴുത്ത് നീണ്ടത്. പല ജീവികളും കടലിൽ നിന്ന് കരയിൽ കയറി ജീവിക്കാൻ തുടങ്ങിയതും ചിലതൊക്കെ തിരിച്ചു പോയതിൻ്റെ കാരണം ഇതാണ്. ഇതെല്ലാം ഒരു നാച്ചുറൽ സെലക്ഷനാണ്, പ്ലാൻ ചെയ്ത് സംഭവിക്കുന്നതല്ല. ഒരു മാറ്റം വന്നു, അത് പിന്നീടുള്ള പരിസ്ഥിതിയിൽ അനുയോജ്യമായി വരികയാണെങ്കിൽ അത് അതിജീവിക്കാനുള്ള സാധ്യത കൂടും, മറ്റുള്ളതെല്ലാം പോയി മറയും. മനുഷ്യന്റെ കാര്യത്തിലും ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പരിണാമം എന്ന് പറയുന്നതിൻ്റെ ഒരു അടിസ്ഥാന കാരണവും കൂടിയാണ് ഈ മ്യൂട്ടേഷൻ അല്ലെങ്കിൽ ഈ എറർ എന്ന് പറയുന്നത്. ഒരു തെറ്റുകൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്? എന്നാൽ പല കേസുകളിലും ചിലപ്പോൾ ഇത് മറ്റൊരു സംഭവമായിട്ട് മാറും. ഈ എറർ ആ ജീവിക്ക് തന്നെ ഹാനികരമായിട്ട് വരും. അതിലൊന്നാണ് ക്യാൻസർ, അല്ലെങ്കിൽ അത് പൊതുവെ പറയുന്നതാണ് ക്യാൻസർ. അപ്പോൾ പ്രായം കൂടും തോറും നമുക്ക് ക്യാൻസർ വരാനുള്ള ചാൻസ് കൂടും എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? സെൽ ഡിവിഷൻ നടന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ ഒരുപാട് ഇങ്ങനെ സംഭവിക്കുമ്പോൾ എവിടെയെങ്കിലും ഒരു എറർ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അതൊക്കെ അങ്ങനെ സംഭവിച്ചാലും നമ്മുടെ പ്രോട്ടീൻ സിസ്റ്റം അതൊക്കെ ശരിയാക്കും. എങ്കിൽ പോലും എവിടെയെങ്കിലുമൊക്കെ ക്യാൻസറിനുള്ള സാധ്യത തുറക്കപ്പെടാം. അത് 64% ചുമ്മാ അങ്ങ് സംഭവിക്കാനാണ് സാധ്യത. എന്നാൽ അത് കൂടാതെ പാരിസ്ഥിതികമായിട്ടുള്ള മുമ്പ് പറഞ്ഞതുപോലെയുള്ള കാർസിനോജൻസും അല്ലെങ്കിൽ പാരമ്പര്യമായിട്ടുള്ള കാര്യങ്ങളും ഇങ്ങനെ ഓരോ കാര്യങ്ങളുമുണ്ട്. അപ്പോൾ ഈ സെല്ലുകൾ ഇങ്ങനെ ഡിവൈഡ് ചെയ്യുന്നത് പറഞ്ഞല്ലോ, ഇത് ഡിവൈഡ് ചെയ്യുന്നതിനൊരു പരിധിയുണ്ട്. ഒരു കോശത്തിന് ഒരുപാട് പ്രാവശ്യമൊന്നും അങ്ങനെ തുടർച്ചയായിട്ട് വിഭജിക്കാനായിട്ട് സാധിക്കില്ല. കാരണം ഈ DNA ഓരോ തവണ കോപ്പി ചെയ്യപ്പെടുമ്പോഴും അതിൻ്റെ നീളം ഒരിത്തിരി കുറയും. അതുകൊണ്ട് കുറച്ച് നീളം ഒരു എക്സ്ട്രാ ഇട്ടിട്ടുണ്ടാകും എല്ലാ DNA തന്തുവിലും എന്ന് പറയാം. അതാണ് ടെലോമിയർ എന്ന് പറയുന്നത്. ഈ ടെലോമിയർ ഇങ്ങനെ ചെറുതായിക്കൊണ്ടിരിക്കും ഓരോ തവണ ഒരു കോശം ഡിവൈഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും. അതിനാണ് ടെലോമിയർ ഷോർട്ടനിങ് എന്നൊക്കെ പറയുന്നത്. അങ്ങനെ ഈ ടെലോമിയറിന്റെ നീളം കുറഞ്ഞു കുറഞ്ഞ് അതങ്ങ് ഇല്ലാണ്ടാകുന്ന സമയമാകുമ്പോഴേക്കും പിന്നെ കോശങ്ങൾക്ക് വിഭജിക്കാൻ സാധിക്കില്ല. ഈ അവസ്ഥയാണ് നമ്മൾ വാർദ്ധക്യം എന്ന് പറയുന്നത്, വയസ്സാവുക എന്ന് പറയുന്നത്. ഇന്ന് റിവേഴ്സ് ഏജിങ് പോലെയുള്ള കാര്യങ്ങളിലൊക്കെ വലിയ പ്രതീക്ഷകൾ നമ്മൾ കാണുന്നുണ്ട്. ഒരുപക്ഷെ ഇതൊക്കെ പരിഹരിക്കാൻ ഭാവിയിൽ മനുഷ്യന് സാധിച്ചാൽ പിന്നെ ഭാവിയിൽ മനുഷ്യർക്ക്, പണമുള്ളവർക്കൊന്നും വയസ്സാവില്ല. അവരെന്നും നിത്യ യൗവനത്തിലായിരിക്കും. എന്തെങ്കിലും അപകടങ്ങളൊക്കെ സംഭവിച്ച് അവർ മരിച്ചാലേ ഉള്ളൂ. അവിടെയും ഒരു സാധ്യതയുണ്ട്. എത്രത്തോളം ജീവിക്കുന്നോ അത്രത്തോളം ക്യാൻസർ വരാനുള്ള ഒരു ചാൻസ് ഉണ്ട് എന്ന് നമ്മൾ നേരത്തെ കണ്ടു. ഇന്ന് മനുഷ്യൻ കൈവരിച്ചിരിക്കുന്ന പല നേട്ടങ്ങളും നമ്മൾ ഒരിക്കലും സ്വപ്നത്തിൽ പോലും പണ്ടുള്ള മനുഷ്യൻ ചിന്തിച്ചിരുന്നതല്ല. ഒരുപക്ഷെ ഭാവിയിൽ ക്യാൻസർ പരിഹരിക്കാനും അല്ലെങ്കിൽ റിവേഴ്സ് ഏജിങ് പോലെയുള്ള കാര്യങ്ങളും ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് ഒരിക്കലും ചിന്തിക്കാത്ത രീതിയിലായിരിക്കും ലോകം മാറുക. അതിജീവന ശക്തിയുള്ളവർ നിലനിൽക്കുമെന്ന് പറയുന്നതിനേക്കാൾ ഇന്നത്തെ അവസ്ഥയിൽ പണവും സ്വാധീനവും ഒക്കെയുള്ള ഒരുപാട് പേര് എന്നെന്നും ഭൂമിയിൽ ജീവിക്കും എന്നൊക്കെയുള്ള ഒരു അവസ്ഥ വന്നേക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ ഹെൽത്ത് ഇൻഷുറൻസിനെ കുറിച്ച് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. നമുക്കെല്ലാം അറിയാം, ഇപ്പോൾ ചികിത്സാ ചെലവുകൾ വലിയ രീതിയിലാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത്. ഒരു ആശുപത്രി കേസ് വന്നാൽ തീർന്നു എന്ന് പറയാം. ഗുരുതരമായ അസുഖങ്ങളൊക്കെ ആണെങ്കിൽ പറയുകയും കൂടെ വേണ്ട. അതുകൊണ്ട് നിങ്ങളുടെ വരുമാനം ചെറുതാണെങ്കിൽ പോലും ഒരു ചെറിയ തുകയ്ക്കെങ്കിലും നിങ്ങൾക്ക് പറ്റിയ ഒരു നല്ല ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തിരിക്കുക എന്ന് പറയുന്നത് അത്യാവശ്യമാണ്. ഇന്ത്യയിലെ ലീഡിംഗ് കമ്പനികളെ കമ്പയർ ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി 25% വരെ ഡിസ്കൗണ്ടിൽ പർച്ചേസ് ചെയ്യാനുള്ള ലിങ്ക് കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഒക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഓൺലൈൻ വഴി നോക്കിയെടുക്കാനായിട്ട് നിങ്ങൾക്ക് പ്രയാസമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഫ്രീ അപ്പോയിൻമെൻ്റ് എടുക്കുവാനും ഉത്തരവാദപ്പെട്ട ആളുകളുമായിട്ട് അവരെ നിങ്ങളുടെ വീട്ടിൽ വന്ന് മുഖാമുഖം മലയാളത്തിൽ തന്നെ സംസാരിച്ച് നിങ്ങളുടെ സംശയങ്ങളൊക്കെ തീർത്ത് ഒരു നല്ല ചർച്ച തന്നെ നടത്തി നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായത്, ഏറ്റവും ഗുണം ലഭിക്കുന്ന രീതിയിലുള്ള ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പർച്ചേസ് ചെയ്യാനുള്ള അവസരവുമുണ്ട്. ഇന്നത്തെ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും വിമർശനങ്ങളും സംശയങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റിൽ അറിയിക്കണം. മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരാം. നന്ദി, നമസ്കാരം.